നമസ്കാരം. കേരളത്തിലെ ഹൈവേകളിൽ അങ്ങോളം ഇങ്ങോളം പിണറായി വിജയന്റെ തിരുമോന്ത പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള നൂറുകണക്കിന് കൂറ്റൻ ഹോർഡിങ്ങുകൾ കാണാം. ഓരോന്നിലും എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് പച്ചക്കള്ളങ്ങളും പെരും നുണകളുമാണ്. ഈ ഹോർഡിങ്ങുകൾ സ്ഥാപിക്കാനുള്ള കോടിക്കണക്കിന് രൂപ മുണ്ടയിൽ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, അത് പൊതുഖജനാവിൽ നിന്നെടുത്ത ജനങ്ങളുടെ നികുതി പണമാണ്. ഹോർഡിങ്ങുകൾ മാത്രമല്ല, സ്വകാര്യ ചാനലുകളിലും സ്വകാര്യ റേഡിയോകളിലും ഈ പച്ചക്കള്ളങ്ങൾ തന്നെ ഉളുപ്പില്ലാതെ പടച്ചുവിടുന്നു. ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരൻ ഇതേക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ പരസ്യത്തിലൂടെ കബളിപ്പിച്ച് പണം പിടുങ്ങുന്നു എന്ന തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കേരളം സർവ്വതിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നവകാശപ്പെടുന്ന പൊട്ട സ്ഥിതി വിതരണ കണക്കിലെ പൊള്ളത്തരം ഏഷ്യാനെറ്റ് ചാനൽ മേധാവി വിനു വി ജോൺ മിനിഞ്ഞാന്ന് പുറത്തു കൊണ്ടുവന്നത് മലയാളികൾക്ക് ഒരു പാഠപുസ്തകമായി സൂക്ഷിക്കാം. മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ ബി അശോക്, ഡോക്ടർ ഗോപകുമാർ, സീനിയർ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ രാജേഷ് രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത ഏഷ്യാനെറ്റ് ചർച്ചയിൽ തെളിഞ്ഞ ചിത്രം അർത്ഥപൂർണ്ണമാണ്. കേരളം മുഴുവൻ ഇടതടവില്ലാതെ സംരക്ഷണം ചെയ്യേണ്ടതാണിത്. അത്ര അകക്കാമ്പുള്ളതാണിത്. സർക്കാരിന് സ്വർണ്ണപാത്രം കൊണ്ട് സത്യം മൂടിവെക്കാനാവില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ PR സംഘം മുഖ്യമന്ത്രിയെ ഇവിടെയും അടപടലം കബളിപ്പിച്ചിരിക്കുകയാണ്. ശബരിമല ആഗോള സംഗമ കൊള്ളയിലും ഇതുതന്നെയല്ലേ സംഭവിച്ചത്? മുഖ്യമന്ത്രി പമ്പര വിഡ്ഢിയാകേണ്ടി വരുന്നു. റേഷൻ മുടങ്ങാത്തത് തങ്ങളുടെ നേട്ടമായി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അവകാശപ്പെട്ടാൽ ദേശീയ സുരക്ഷാ നിയമത്തിന്റെ ലംഘനമാണത്. ഈ നിയമത്തിന്റെ വ്യവസ്ഥകൾ അറിയുന്ന വോട്ടർ അത് വിശ്വസിക്കരുത്. 2013 പാർലമെന്റ് പാസാക്കിയ നിയമം അനുസരിച്ച് റേഷന്റെ അളവ് കുറച്ചാൽ പോലും ഭക്ഷ്യസുരക്ഷാ കമ്മീഷനെ സമീപിക്കാം. ഫുഡ് കോർപ്പറേഷന്റെ ഗോഡൌണിൽ എത്തുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ റേഷൻ കടയിൽ എത്തിക്കുക എന്നുള്ളതാണ് സംസ്ഥാനം ആകെ ചെയ്യേണ്ടത്. എന്നാൽ ഓരോ മണിക്കൂറും ദശലക്ഷക്കണക്കിന് പണം നൽകി സർക്കാർ നൽകുന്ന പരസ്യത്തിൽ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടമാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ചതിയല്ലേ, കൊടും ചതി. മറ്റൊരു ചതി കൂടി കാണൂ. ഇന്ത്യ വൈദ്യുതി വിതരണത്തിൽ സ്വയം പര്യാപ്തത നേടിയിട്ട് ദശാബ്ദങ്ങളായി. നിലവിലെ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ ഒരു കമ്പനിക്കും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താനാകില്ല. അങ്ങനെ ചെയ്താൽ ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരും. എന്നാൽ കോടിക്കണക്കിന് രൂപ ചിലവാക്കി സർക്കാർ പരസ്യം നൽകുന്നത് ഇതെല്ലാം സർക്കാരിൻ്റെ നേട്ടമായിട്ടാണ്. അതായത് കേരളത്തിൽ ലോഡ് ഷെഡിംഗ് അവസാനിപ്പിച്ചത് ഈ സർക്കാരാണത്രേ. ഇതാണ് ഇന്നത്തെ കേരളം. ഇങ്ങനെയാണ് ജി ശക്തിധരൻ തൻ്റെ എഴുത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്. മിക്കതും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ. ഇതിനെയൊക്കെയാണ് തങ്ങളുടെ നേട്ടങ്ങളായി പിണറായി വിജയൻ്റെ സർക്കാരും അന്തം കമ്മികളും ഉളുപ്പില്ലാതെ കൊട്ടിഘോഷിക്കുന്നത്. ഇത് കേരളത്തിലെ വോട്ടർമാർ തിരിച്ചറിയണം. ഇവറ്റകളെ ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിച്ചാൽ കേരളം മുച്ചൂടും മുടിയും എന്നുറപ്പാണ്.